ഹായ് ഓൾ, വെൽക്കം ടു ASAP. ഇന്ന് നമ്മൾ റീസെൻ്റായി നടന്നിട്ടുള്ള മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. CSEB എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. സോ ഇതിലെ ക്വസ്റ്റ്യൻ അനാലിസ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്കിതിൽ പാടെന്ന് പറയാനില്ല. സോ എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോവാം. സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ഓൾ വൊവൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫോളോയിങ് അറേഞ്ച്മെൻറ്റ് വാട്ട് ലെറ്റേഴ്സ് കം ഫിഫ്ത്ത് ഫ്രം ദ ബാക്ക്, അല്ലേ? അപ്പോൾ ഇതിലെ വൊവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് അഞ്ചാമത്തെ ലെറ്റർ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം വൊവൽസ് എന്ന് പറയുന്നത് ഏതാണ്? വൊവൽസ് എന്ന് പറയുന്നത് AEIOU. സോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൊത്തം 26 ലെറ്ററിലെ 5 ലെറ്റേഴ്സ് ഇതിൽ വൊവൽസ് ആണ്, അല്ലേ? 5 എണ്ണം. ഓക്കെ, സോ അങ്ങനെ വരുന്നത് അവസാനത്തു നിന്നുള്ളത് മാത്രം റിമൂവ് ചെയ്ത് വന്നോളൂ. സോ O എന്ന് പറയുന്ന വൊവലാണ്, E എന്ന് പറയുന്ന വൊവലാണ്, A എന്ന് പറയുന്ന വൊവലാണ്, E വൊവലാണ്. എന്നാൽ B വൊവലല്ല, ക്യാൻസൽ ചെയ്യല്ലേ. OUI വൊവലാണ്, എന്നാൽ D വൊവലല്ല, ശരിയല്ലേ? U ഒരു വൊവലാണ്, ക്യാൻസൽ ചെയ്യാം. L കളയരുത്, V കളയരുത്. പിന്നെ AEO വൊവൽസാണ്, ശരിയല്ലേ? സോ നമ്മൾ ക്യാൻസൽ ചെയ്യാത്ത ലെറ്റേഴ്സ് ഒന്ന് നോക്കി നോക്കിയാൽ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അപ്പോൾ B ആണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്നത് D, അതിന് മുമ്പ് വരുന്നത് L, പിന്നെ V, അഞ്ചാമതായിട്ട് വരുന്നത് ഏതാണ്? W ആണ്. സോ നിങ്ങൾ ആ അടിവരട്ടുള്ളത് മാത്രം നോക്കിക്കോ. 1 2 3 4 5, അഞ്ചാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത് W ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിതിൽ വൊവൽസ് അറിയോ എന്നുള്ളത് മാത്രമാണ് ഈ എക്സാമിനർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യന് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യനാണ്. പ്രോബ്ലംസ് ഓൺ ഏജ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ 5 years ago ദ ആവറേജ് ഏജ് ഓഫ് മധു ആൻഡ് രാജൻ വാസ് 18 എന്ന് പറയുന്നുണ്ട്. മധുവിൻ്റെയും രാജൻ്റെയും ശരാശരി പ്രായം എന്ന് പറയുന്നത് 5 വർഷം മുമ്പ് 18 തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ഇപ്പോൾ ഇഫ് ദ ആവറേജ് ഏജ് ഓഫ് മധു, രാജൻ ആൻഡ് വേണു ഈസ് 24. ഇപ്പോൾ അവരുടെ ആവറേജ്, 3 ആളുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 24 ആണെങ്കിൽ അവർ ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് വേണു ആഫ്റ്റർ 12 years എന്നാണ്. 12 വർഷം കഴിഞ്ഞാലുള്ള വേണുവിൻ്റെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. സോ വേണുവിൻ്റെ ഇപ്പോഴുള്ള പ്രായം കണ്ടെത്തിയാൽ മാത്രം പോരാ, 12 വർഷങ്ങൾക്ക് ശേഷമുള്ള പിന്നീട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരാശരി കാണുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, അല്ലേ? പറയേണ്ടതില്ല. ഒരു 2 സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് സംഖ്യയും കൂട്ടിയിട്ട് അതിൻ്റെ സമ്മ് കണ്ടിട്ട് തുക കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യും? 2 സംഖ്യയാണെങ്കിൽ 2 കൊണ്ടായിരിക്കും, 3 സംഖ്യയാണെങ്കിൽ 3 കൊണ്ടായിരിക്കും. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ശരാശരി എന്ന് പറയുന്നത്, ആവറേജ്. നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മധുവിൻ്റെയും രാജൻ്റെയും ശരാശരി 18 എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അപ്പോൾ ശരാശരി ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആവറേജ് എന്ന് പറയുന്നത്, ശരാശരി ആവറേജ് എന്ന് പറയുന്നത് സമ്മ് ബൈ നമ്പർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? സമ്മ് ബൈ നമ്പർ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇതിലെ മധുവിൻ്റെയും രാജുവിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ എന്നല്ലേ വരിക? ആവറേജ് ഇൻറ്റു നമ്പർ. സോ ആവറേജ് നിങ്ങൾക്ക് എന്നുള്ളത് 18 ഈസ് ഈക്വൽ ടു സമ്മ് ബൈ മധു രാജൻ എന്ന് പറയുമ്പോൾ 2 ആളുകളേ ഉള്ളൂ, അപ്പോൾ 2. സോ സമ്മ് എന്ന് പറയുന്നത് നമുക്ക് 2 × 18 എത്ര കിട്ടും? 36 കിട്ടും. സോ ഈ ആവറേജ് പറഞ്ഞിട്ടുള്ള എപ്പോഴാണ്? 5 വർഷം മുമ്പാണ്. അപ്പോൾ 5 വർഷം മുമ്പ് മധുവിൻ്റെയും രാജൻ്റെയും ഏജിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 36. അപ്പോൾ ഇപ്പോൾ എത്ര ആയിരിക്കും? ഇപ്പോൾ ചില കുട്ടികൾ ശ്രദ്ധിക്കാതെ പറയാറുണ്ട് 36 ഒരു 5 മാത്രം കൂട്ടിയിട്ട് 41 എന്ന് പറയും. തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. 5 വർഷത്തിന് ശേഷം മധുവിൻ്റെയും പ്രായം 5 കൂടിയിട്ടുണ്ടാവും, രാജൻ്റെയും പ്രായം 5 കൂടിയിട്ടുണ്ടാവും. സോ 5 5 10 കൂടിയിട്ടുണ്ടാവുക. സോ 36 10 കൂട്ടിയാൽ ഇപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 46. മധുവിൻ്റെയും രാജൻ്റെയും ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 46. ഓക്കെ, പിന്നെ അതിൽ തന്നിട്ടുള്ള അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് മധുവിൻ്റെയും രാജൻ്റെയും വേണുവിൻ്റെയും കൂടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് അവർ തന്നിട്ടുള്ളത് ആവറേജ് 24 തന്നിട്ടുണ്ട്. സോ സമ്മ് ബൈ ഒരു 3 പേരല്ലേ? മധു, രാജൻ, വേണു പറയുന്നത് 3 പേരാണ്. സോ അവരുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 24 കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സോ അവരുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അപ്പോൾ സമ്മ് എന്ന് പറയുന്നത് 24 × 3 വരിക. സോ 24 × 3 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം. 24 × 3 എന്ന് പറയുന്നത് 3 4 12, ബാക്കി 1, 3 × 2 6 1 7. സോ 72 എന്നാണ് വരിക. ഓക്കെ, അത് പിന്നെ 5 വർഷം മുമ്പ് എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴുള്ള തന്നെയാണ്, നൗ എന്നാണ്. സോ മധുവിൻ്റെയും രാജൻ്റെയും വേണുവിൻ്റെയും പ്രായം നമുക്ക് എത്ര കിട്ടി? 72 എന്നുള്ളത് വ്യക്തമായി, ശരിയല്ലേ? സോ ഇത് നമുക്ക് കണ്ടെത്താവുന്ന പ്രായം ആരുടെ തന്നെ ഉള്ളൂ? നമുക്ക് വേണുവിൻ്റെ വയസ്സ് തന്നെ കണ്ടെത്താനും കഴിയുള്ളൂ. അത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സാധാ ഭാഷയിൽ പറയുകയാണെങ്കിൽ മധുവിൻ്റെയും രാജൻ്റെയും പ്രായം കൂട്ടിയപ്പോൾ 46.
മധുവിൻ്റെയും രാജൻ്റെയും വയസ്സായിട്ടുള്ള 46 വേണുവിൻ്റെ പ്രായം കൂട്ടിയപ്പോൾ അത് 72. ഓക്കെ, അപ്പോൾ വേണുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 72 46 മൈനസ് ചെയ്തതായിരിക്കുമല്ലോ, ശരിയല്ലേ? ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്കറിയാം 12 6 പോയാൽ 6, ഇവിടെ നിന്ന് കടെടുത്തതുകൊണ്ട് 6 6 4 പോയാൽ 2, അപ്പോൾ 26 വയസ്സാണ് കിട്ടിയിട്ടുണ്ടാവുക. 26. സോ 26 എന്നുള്ള വയസ്സ് ആ ചോദ്യകർത്താവ് നിന്ന് സ്കിപ്പ് ചെയ്ത് നന്നായി. ചിലപ്പോൾ നമ്മൾ ആ ടെൻഷനിൽ നമ്മൾ എന്ത് ചെയ്തേക്കാം, 26 നമ്മൾ മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ചോദ്യകർത്താവ് നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ 26 എന്നുള്ള ഏജ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. എന്താ ചോദിച്ചുള്ളത്? വേണുവിൻ്റെ ഏജ് മാത്രമല്ല ചോദിച്ചുള്ളത്, വേണുവിൻ്റെ എപ്പോഴുള്ള ഏജാണ് പറയുന്നത്? 12 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 26 ഇപ്പോഴത്തെ വയസ്സ് 26 12 നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ 26 12 ആഡ് ചെയ്താൽ എത്രയുടെ വരിക? 38 അല്ലേ? ഓപ്ഷൻ സി 38 നിങ്ങളുടെ ശരിയായ ഉത്തരം. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് കോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് മെൻ്റൽ എബിലിറ്റിയിൽ, കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ മൊത്തത്തിൽ ചോദ്യം വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇതിലവിടെ പറയുന്നത് സെർച്ചിൻ്റെ കോഡ് എന്ത് ചെയ്യാനാണ് പറയുന്നത്, കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് റോസ് എന്ന് പറഞ്ഞ കോഡ് 6821 എന്നും, ചെയറിൻ്റെ കോഡ് 73456 എന്നും, ആൻഡ് പ്രീച്ചിൻ്റെത് ആ നമ്പറാണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ സെർച്ചിൻ്റെ കോഡ് കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയനിൽ? സാധാരണ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മക്കളിലൊരു പ്രവണതയാണ്, അവർ നമ്മൾ എൻ്റെ നമ്പർ 1, ബീൻ്റെ നമ്പർ 2, സീൻ്റെ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കോഡിങ് ഡീകോഡിങ് പഠിക്കുമ്പോൾ കാണാം. പക്ഷേ ആ രീതിയിലേക്ക് എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റിനെ ചിന്തിക്കരുത്. ഫസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ലെറ്റർ, ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ നമ്പർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഈ കാണാൻ പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, ഏത് വേർഡിൻ്റെ കോഡാണോ നിങ്ങളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ വേർഡിലെ അക്ഷരങ്ങൾ ഈ പറയപ്പെട്ട സ്ഥലത്ത് മൊത്തത്തിലുണ്ടോയെന്ന് എണ്ണാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സെർച്ചിലെ യെസ് എന്ന് പറഞ്ഞ വാക്ക് എവിടെയുണ്ട്? പ്രീച്ചിലില്ല, ചെയറിലില്ല, റോസിലില്ലേ? റോസിൽ യെസ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. സോ എസിൻ്റെ നേരെ വരുന്ന ആ കോഡ് എവിടെ വരണേ? 2 എന്നുള്ളതാണ്. ഇതിലെ മൂന്നാമത്തെ ലെറ്റർ 2 ആണ്. അപ്പോൾ എസിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. ഓക്കെ, 2 എല്ലാ ഓപ്ഷൻസിലും ഉണ്ട്. അപ്പോൾ അതൊരു ആൻസറിന് നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അടുത്ത ലെറ്റർ ഇ എന്നുള്ള വാക്കാണ്. ഇ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് റോസിലും കാണാം, പ്രീച്ചിലും കാണാം അല്ലേ? അപ്പോൾ ഈ ഇവിടെ പറയുന്ന ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? 1 ആണ്. ഈ പ്രീച്ചിലും ഇ എന്ന് പറഞ്ഞ ലെറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഈ 1 തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ ഈൻ്റെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. അങ്ങനെ എയുടെയും എല്ലാത്തിനെയും കണ്ടുപിടിച്ചോളാം. എ എന്ന് പറഞ്ഞ നമ്പർ ചെയറിൽ മൂന്നാമത്തെ ലെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ചെയറിൽ മൂന്നാമത്തെ ലെറ്റർ 4 ആണ്. ഓക്കെ, ആൻഡ് ആർ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പ്രീച്ചിൽ രണ്ടാമത്തെ ലെറ്ററിൽ കാണാം. ഈ 6 ഈ 6 എന്നാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ 6നെ കോഡ് ചെയ്യുന്ന ലെറ്റർ 6 ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് CH എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ 73 എന്ന് കാണാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 73 എന്ന് കൊടുക്കാം. സോ നിങ്ങളുടെ ആൻസറായി വരുന്നത് ഏതാ? 214 673 എന്നുള്ള ഈ ഓപ്ഷൻ ബി നിങ്ങൾ ആൻസറായി വന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോപ്പിക്കിൻ്റെ പേര് അനലോജി എന്നാണ്. അനലോജി സമാന ബന്ധം എന്ന് പറയും മലയാളത്തിൽ. മെൻ്റൽ എബിലിറ്റി. ഈ 25ഉം 650 തമ്മിൽ എന്താണോ ബന്ധം അത് കണ്ടുപിടിച്ച് അത് തന്നെയല്ലേ 35ഉം 1260 തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടെത്തിയിട്ട് അത് 45ന് ആരുമായിട്ടാണ് ബന്ധമുള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ എന്താണ് 25ഉം 650 തമ്മിലുള്ള ബന്ധമായിട്ട് എന്താ തോന്നണേ? 25ഉം 650 തമ്മിലുള്ള ബന്ധമായി നമുക്ക് ഫീൽ ചെയ്യേണ്ടത്, എടാ 25ൻ്റെ സ്ക്വയർ, 25ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് ഏകദേശം 650ൻ്റെ അടുത്താണ് വരിക. 25ൻ്റെ സ്ക്വയർ പഠിച്ചാൽ നിങ്ങൾക്കറിയാം അത് 625ആണ്. 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625ആണ്. ഓക്കെ, അപ്പോൾ അത് 650 എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്തിട്ടുണ്ടാവുക? ആ സ്ക്വയറിൻ്റെ കൂടെ ഒരു 25ഉം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ സ്ക്വയറാണോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ആ സ്ക്വയറിലൂടെ ഒരു 25ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ 650 വരണേ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 35ൻ്റെ സ്ക്വയർ കൂടെ 35 ആഡ് ചെയ്യുമ്പോഴാണോ 1260 വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഈ 25ൻ്റെയും 35ൻ്റെയും 45ൻ്റെ ഒക്കെ സ്ക്വയർ കാണുന്നതിലുള്ള എളുപ്പവഴി അറിയാലോ. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് 15ൻ്റെ സ്ക്വയറും 25ൻ്റെ സ്ക്വയറും 35ൻ്റെ സ്ക്വയറും 45ൻ്റെ സ്ക്വയറൊക്കെ കാണാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്, ശരിയായ വഴി എന്താണ്? ശരിയായ വഴി 15ൻ്റെ സ്ക്വയർ ചോദിച്ചാൽ 15 × 15 എന്ന് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എന്താ വാല്യൂ കിട്ടുന്നത് വെച്ചാൽ അത് ആൻസറായി തീരുമാനിക്കുക. അതല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 25, ബാക്കി 2, 5 × 1 5 2 7, 5 5, 1 1. സോ നിങ്ങൾ ആൻസർ 5, 7 5 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 എന്ന് വരാം. ബാക്കി 1 1 കൂട്ടിയാൽ 2. സോ 225ആണ് ഇതിൻ്റെ ശരിയായ വഴി കണ്ടുപിടിക്കുന്നതിൽ. സോ അതിൽ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 5ൻ്റെ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യുക? 5ൻ്റെ സ്ക്വയർ എത്ര? 25. അതവിടെ എഴുതുക. എന്നിട്ട് ഈ സൈഡിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ
അതിൻ്റെ തൊട്ട് മുകളിലെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. ഈ 1ൻ്റെ തൊട്ട് മുകളിലെ നമ്പർ 2 ആണല്ലോ. അപ്പോൾ ഈ 1ഉം 2ഉം ഗുണിക്ക്, 2 2. സോ 225 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ഉത്തരം ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഈ 2ൻ്റെ തൊട്ട് മുകളിലെ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. സോ 2 × 3 എത്ര കിട്ടും? 6. സോ 625 ഞാൻ കുറച്ച് മുന്നേ എഴുതിയിട്ടുണ്ടായി, ശരിയല്ലേ? അപ്പോൾ ആ രീതിയിൽ 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. ഈ 3ൻ്റെ തൊട്ട് മുകളിലെ നമ്പർ 4 മൾട്ടിപ്ലൈ ചെയ്യുക. 3 4 എന്ന് പറയുന്നത് 12 ആണ്. സോ 12 25 എന്നുള്ളതാണ് 35ൻ്റെ സ്ക്വയർ വരിക. സോ അതിലൂടെ ഒരു 35 കൂടെ കൂട്ടിയതല്ലേ ഈ ഉത്തരം നോക്കി നോക്കും നിങ്ങൾ. 12 60, 5 5 കൂട്ടിയാൽ 10, ബാക്കി 1, 3 2 5 1 6, 2 1. സോ ആൻസർ വരുന്നത് 12 60 എന്നുള്ളതാണ്. ഈ ഉത്തരം തന്നെ വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. 45ന് എന്താ ചെയ്യേണ്ടത്? 45ൻ്റെ സ്ക്വയർ കാണുന്നു, അതിലൂടെ 45 കൂട്ടുന്നു. സോ 45ൻ്റെ സ്ക്വയർ കാണാൻ 5ൻ്റെ സ്ക്വയർ 25, പിന്നെ 4ൻ്റെ തൊട്ട് മുകളിലെ സംഖ്യയായിട്ട് 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20 25 എന്ന് വരും അല്ലേ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 45 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 45 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 5 കൂട്ടിയാൽ 10, ബാക്കി 1, 4 2 6 1 7 0 2. സോ നമ്മൾ ആൻസറായി വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, ശരിയല്ലേ? സോ ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, പറയുന്ന എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താ തോന്നണേ? 50 സ്റ്റുഡൻസ് വേർ ദർ ഇൻ എ ക്ലാസ് ഹു ടുക്ക് ദ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. 6 ഓഫ് ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്വാളിഫൈഡ്. 50 ആൾക്കാർ ഒരു പരീക്ഷയിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ത് ചെയ്തു. അതിൽ 6 പേരെന്ത് ചെയ്തില്ല? ക്വാളിഫൈഡ് ആയതുപോലുമില്ല. ബാക്കിയുള്ളവരിൽ അഖിൽ എന്ന് പറഞ്ഞ ആളുടെ റാങ്ക് നിങ്ങൾക്ക് എത്രയാണെന്നുണ്ട്? 14ാമത്തെ തന്നിട്ടുണ്ട് ഫ്രം ദ ലാസ്റ്റിൽ നിന്ന് 14ാമത്തെ തന്നിട്ടുണ്ട്. എങ്കിൽ വാട്ട് വിൽ ബി ഹിസ് റാങ്ക് ഫ്രം ദ ടോപ്പ് എന്ന് അവൻ എത്രാമത്തെ റാങ്ക് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്കറിയാം. നിങ്ങൾ വരി നിര എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. മെൻ്റൽ എബിലിറ്റി തന്നെയാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കാരണം അതിലൊരു മിസ്റ്റേക്ക് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ മിസ്റ്റേക്സ് നിങ്ങളും വരുത്തുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 50 പേര് എക്സാം എഴുതിയതിൽ 6 പേര് എന്തായാലും ക്വാളിഫൈഡ് അല്ല. അപ്പോൾ ബാക്കി 44 ആൾക്കാരിലാണ് റാങ്ക് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ആ 44 ആളുകളിൽ ബാക്കിൽ നിന്ന് 14ാം സ്ഥാനത്താണ് അഖിലുള്ളതെന്നാണ് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മളെല്ലാവരും എന്ത് ചെയ്യും? 44-ന് 14 നിങ്ങൾ എന്ത് ചെയ്യും? കുറക്കും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നല്ല ചോറ് കഴിക്കുന്ന ആൾക്കാരെന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ. ഒന്ന് ഡീസൻ്റ് ആയതാണ്. അപ്പോൾ 44-ന് 14 പോയാൽ നിങ്ങൾക്ക് എത്ര വരും? 30. സോ ഈ 30 അങ്ങനെ തന്നെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ 30 കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യകർത്താവ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങളുടെ റാങ്കിങ് ചോദിക്കുന്ന സമയത്ത് ഈ മൈനസ് ചെയ്താൽ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ എപ്പോഴും നിങ്ങളൊരു 1 കൂട്ടണം. ഈ 1 കൂട്ടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് പോകും. നമ്മൾ സാധാരണ റാങ്കിങ് എന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്, ഡീപ്പായിട്ട് പറയുന്നില്ല. ഈ സംഭവത്തിൽ പറയാറുള്ളത് സ്ഥാനം ചോദിക്കുമ്പോൾ കിട്ടിയ ഉത്തരത്തിലൂടെ 1 കൂട്ടണമെന്നും, പിന്നെ ഇതേ ക്വസ്റ്റ്യൻ റാങ്കിങ്ങിൽ ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഒരാളുടെ വലത്തുനിന്നുള്ള സ്ഥാനം ഇത്ര, ഇടത്തുനിന്നുള്ള സ്ഥാനം ഇത്ര, എന്നിട്ട് ആ വരിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറയാറുണ്ട്. വരിയിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനം 15, പുറകിൽ നിന്നുള്ള സ്ഥാനവും 15. ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടി വിചാരിക്കുന്നു. ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും 15, പുറകിൽ നിന്നുള്ള സ്ഥാനവും 15. അപ്പോൾ ആ വരിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കുഞ്ഞു കുട്ടിയും പറയാം അതിൻ്റെ ആൻസർ 30 എന്നാണ് പറയുക. കാരണം 15 15 കൂട്ടിയിട്ട് പറയും. പക്ഷേ ആ ഉത്തരം തെറ്റാണ്. നിങ്ങളത് കുട്ടികളെ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റിപ്പോവും. അവിടെ വരികളിലുള്ള ആളുകളുടെ എണ്ണമാണ് ചോദിച്ചത്. വരികളിലുള്ള എണ്ണം ചോദിച്ചാൽ നിങ്ങൾ അതിന് 1 കുറക്കണം എന്നാണ്. ആ 15 15 കൂട്ടിയാൽ കിട്ടുന്ന 30-ൽ നിന്ന് 1 കുറക്കണം, 29. അപ്പോൾ ശ്രദ്ധിക്കുക, റാങ്ക് ചോദിക്കുമ്പോൾ സ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ 1 കൂട്ടണം. ഇപ്പോൾ ഇവിടെ റാങ്കാണ് ചോദിച്ചത്. റാങ്ക് ചോദിക്കുമ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിലൂടെ 1 കൂട്ടണം. വരിയിലുള്ള എണ്ണമാണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 കുറക്കണം. അതാണ് ഇതിലാകെ പഠിക്കാനുള്ള ആശയം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പഠിച്ചവർ തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ഇതിൽ ഒറ്റയാനെ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഡസ് നോട്ട് ബിലോങ് വിത്ത് അതേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഓപ്ഷനായി തന്നിട്ടുള്ളത് ക്രോം, ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഇത് എൻ്റെ വിഷയമേ അല്ല, എന്നാലും പറയാണ്. ഗൂഗിൾ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് വരിക. കാരണം നിങ്ങൾക്കറിയാം ക്രോം, ഫയർഫോക്സ്, ഒപ്പേറ എന്നൊക്കെ പറയുന്നത് ബ്രൗസേഴ്സിൻ്റെ നെയിമാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. സോ അതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി നിങ്ങളുടെ ആൻസറായിട്ട് വരും, സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് പ്യുവർലി മാത്സ് ആണ്. 2 സംഖ്യകളുടെ സമ്മ് എന്ന് പറയുന്നത് തുക എന്ന് പറയുന്നത് 1444. ഡിഫറൻസ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 156 തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏതാ ഗ്രേറ്റർ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിലെ വലിയ നമ്പർ കാണാൻ വേണ്ടിയിട്ട്, ലാർജസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് സമ്മും ഡിഫറൻസും പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കാനും, അതിലെ ചെറിയ നമ്പർ സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ, ചെറിയ നമ്പർ ചോദിച്ചാൽ ഇതേ സമ്മ് ഡിഫറൻസും എന്ത് ചെയ്യണം?
മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിക്കുക എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് പറയാറുള്ള ഈ തുകയും വ്യത്യാസം തന്നിട്ട് വലിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ അത് രണ്ടും കൂട്ടിയിട്ട് 2 കൊണ്ടായിരിക്കും. ചെറിയ നമ്പറെ കാണാൻ പറഞ്ഞു വെച്ചാൽ അത് രണ്ടും ഡിഫറൻസ് കണ്ടിട്ട് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക 2 കൊണ്ടായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം ഈ 1444 എന്ത് ചെയ്യുക 156 എന്ത് ചെയ്യുക കൂട്ടുക. അത് കൂട്ടുമ്പോൾ 6 4 കൂട്ടിയാൽ 10, ബാക്കി 1, 5 4 9 1 10, ബാക്കി 1, 1 4 5 1 6 1. സോ 1600 എന്ന് വരും. അപ്പോൾ തുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1600 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 16 8 പ്രാവശ്യം 0 0 പ്രാവശ്യം 0 0 പ്രാവശ്യം. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ ഡി 800 വരും. സോ ചെറിയ നമ്പറാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടും ഡിഫറൻസ് കാണുക ചെയ്യേണ്ടത്. 1444 ഡിഫറൻസ് കാണാൻ 156 കുറച്ച് എത്ര കിട്ടുന്നത് അതിനോട് 2 അരിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത പറയുന്നത് ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ദിശ എന്ന് പറഞ്ഞ ടോപ്പിക്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെക്ക് വടക്ക് ഈസ്റ്റ് നോർത്ത് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യുന്ന എക്സാമിനറിൻ്റെ ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ രവി എന്താണ് 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നോർത്ത് ഈ മുകളിലുള്ള ഭാഗമാണ് നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സൗത്ത് ഈ ഭാഗവും ഈസ്റ്റ് ഈ സൈഡാണെന്നും വെസ്റ്റ് ഇതാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും രവി ആരായാലും ഈ സെൻട്രൽ നിന്ന് സഞ്ചരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ രവി 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. സോ 20 മീറ്റർ ഈസ്റ്റിലേക്ക് പോയതായിട്ട് കാണിച്ചിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് ഇടുക. അതായത് നിങ്ങൾക്കറിയാം 20 മീറ്ററിന്ന് നിങ്ങൾ പോയ അത്ര ദൂരം 20 മീറ്ററിന്ന് മാർക്ക് ചെയ്യുക. ദെൻ ടേൺസ് ലെഫ്റ്റ്, അവൻ ലെഫ്റ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സങ്കല്പം എന്ന് പറയുന്നത്, ഞാൻ പഠിപ്പിക്കുകയല്ല, സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ഒരു 4 കൂടിയ ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 4 കൂടിയ ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിന് നമ്മളെല്ലാവരും സ്ട്രെയിറ്റ് പോവുക, നേരെ പോകുക എന്നാണ് പറയാറുള്ളത്. ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ട് പോയി എന്നാണ് പറയുക, റൈറ്റ് സൈഡിലേക്ക് പോയി എന്നാണ് പറയാം. ആൻഡ് ഈ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് പോയി. അപ്പോൾ ഈ ക്വസ്റ്റനിൽ പറയുന്നത് ലെഫ്റ്റ് പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് വരയ്ക്കുക, ദാറ്റ്സ് ഇറ്റ്. അത് എത്ര മീറ്ററാണെന്ന് പറയുന്നുണ്ട് ലെഫ്റ്റിലേക്ക്? 15 മീറ്ററാണെന്ന് പറയണ്ട. 15 മീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. എഗെയിൻ അടുത്തവും വീണ്ടും ദെൻ ടേൺസ് റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇവിടെയും 4 കൂടിയ ജംഗ്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയാൽ സ്ട്രൈറ്റ്, ഇങ്ങനെ പോയാൽ റൈറ്റ്. സോ റൈറ്റിലേക്ക് അത് എത്ര മീറ്റർ എന്നാണ് പറയണേ? 10 മീറ്റർ എന്നാണ് പറയുന്നത്. 10 മീറ്റർ എന്നതിൽ മാർക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ദെൻ ടേൺസ് റൈറ്റ് അഗെയിൻ, വീണ്ടും റൈറ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ 4 കൂടിയ ജംഗ്ഷനിൽ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ വരാം, ഇങ്ങോട്ടേക്ക് വരും. സോ ഇത് 15 മീറ്റർ എന്ന് മാർക്ക് ചെയ്യാം. സോ അത് ഈ ലൈനിൽ ചെന്ന് തട്ടുന്നത് കാണാം ഇവിടെ. എന്നിട്ട് ചോദിക്കുന്നത് ഹൗ ഫാർ ഈസ് രവി നൗ ഫ്രം വേർ ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി. രവി എവിടെ നിന്നാണോ യാത്ര സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ട് ചെയ്തോർന്ന് അവൻ എത്ര ദൂരത്താണ് ഇപ്പോൾ നിൽക്കണമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ സിമ്പിളായിട്ട് പറയാമല്ലോ, ഇത് 20 മീറ്റർ അല്ലേ, ഈ മൊത്തം ദൂരമാണ് ചോദിക്കുന്നത്. സോ ഇത് 20 മീറ്റർ, ഇത് എത്ര ഉണ്ടാവും? ഈ മുകളിലുള്ള ദൂരം 10 മീറ്റർ. സോ 20ഉം 10ഉം കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ആൻസർ എത്ര കിട്ടും? 30 മീറ്റർ വരും. സോ 30 മീറ്റർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളത് ഈ സഞ്ചരിച്ച മുഴുവൻ ദൂരം എന്തെങ്കിലും കണക്കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് എത്ര കിട്ടുക? 20ഉം 15ഉം 35 45 45ഉം 15ഉം 60 എന്ന് വരും. 60 ഇവിടെ എവിടെ ഓപ്ഷനിൽ നിങ്ങൾ കാണില്ല. അപ്പോൾ ഡയറക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ എപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് കാണേണ്ടത്. ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റിൽ നിന്നും എൻഡ് ചെയ്ത പോയിന്റിലേക്കുള്ള നേരിട്ടുള്ള ദൂരം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സോ ഈ ദൂരം നിങ്ങൾക്ക് 20 എന്നുള്ളത് ആരും പറഞ്ഞതിൻ്റെ കാര്യമില്ല. പക്ഷേ ഈ ദൂരം എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള 10 അതുപോലെ ഇറക്കിയിടുക ചെയ്യേണ്ടത്. സോ 20 + 10 30 നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ബി. ഇതിൽ ഒരു നൂലാമാല പിടിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. 2 = 0, 3 = 3, 4 = 6, 5 = 9 എന്ന് പറഞ്ഞിട്ട് 7 = ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഈ 2ഉം ഈ 0ഉം തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ കുറേ സമയം നമ്മൾ ആലോചിച്ചിരിക്കേണ്ടി വരും. സോ ഇവിടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? 2ൻ്റെ കൂടെ 0 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത 3ൻ്റെ കൂടെ ആകുമ്പോൾ ഒരു 3 കൂട്ടിയിട്ടുണ്ട്. 0 3 കൂട്ടിയാൽ 3, പിന്നെ അതിലൂടെ 3 കൂട്ടിയാൽ 6, 6ലൂടെ 3 കൂട്ടിയാൽ 9. അപ്പോൾ അടുത്തൊരു 3 കൂട്ടിയാൽ 12 ആവേണ്ട ആൻസർ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാവും. ശ്രദ്ധിക്കുക, ഇവിടെ 2 3 4 5 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തത് ഏതാ ശരിക്കുള്ളത്? 6 കഴിഞ്ഞിട്ടല്ലേ 7 വരുള്ളൂ അല്ലേ. അപ്പോൾ 6ൻ്റെ കൂടെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ 2ൻ്റെ കൂടെ 0 ആണെങ്കിൽ, 3ൻ്റെ കൂടെ 3 ആണെങ്കിൽ, 4ൻ്റെ കൂടെ 6, 3 3 ഇങ്ങനെ കൂട്ടാം കേട്ടോ. 5ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നിങ്ങൾക്ക് 9, 6ലൂടെ 3 കൂട്ടിയാൽ 9. ആൻഡ് അടുത്തത് 6ൻ്റെ കൂടെ 9 കൂടെ 3 കൂട്ടിയാൽ 12. ആൻഡ് 7ൻ്റെ കൂടെ ഈ 12 കൂടെ 3 കൂട്ടിയാൽ 15. സോ 15 എന്നുള്ളതാണ് തന്നെ എന്ത് ചെയ്യുക? ആൻസർ വരിക. ഓക്കെ, സോ ഇതൊരു മിസലേനിയസ് ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ ലാർജസ്റ്റ്? ഇതിൽ ഏതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആൻസറായി കിട്ടേണ്ടത് ഇത് നോക്കിയ ആൻസർ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിന് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് ഉടനെ പറഞ്ഞേക്കണം. ലാർജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഞാൻ നോക്കുന്ന പോലെ ആവില്ല നിങ്ങൾ നോക്കുന്നുണ്ടാവുക. കാരണം ഫ്രാക്ഷൻസ് തരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഫ്രാക്ഷൻസ് 3 തരത്തിലുണ്ട്. 3 തരത്തിൽ. ഒന്ന് നമ്മളെല്ലാവരും പഠിക്കുന്നതാണ് ഇംഗ്ലീഷ് മീഡിയം, കാരണം ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയാറുണ്ട്. ഇംപ്രോപ്പർ ഇത് മലയാളത്തിൽ പറയാറുള്ളത് സാധാരണ ഭിന്നം, സാധാ ഭിന്നം, പിന്നെ വിഷമ ഭിന്നം എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി പറയാറുണ്ട്. ഇതിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് സാധാ ഭിന്നമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. സാധാ ഭിന്നത്തിലെ നിങ്ങൾ ഈ അംശം ഛേദം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. ഓക്കെ, അതിൽ ന്യൂമറേറ്റർ ചെറുതായിട്ട് വരും, അംശം ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സാധാ ഭിന്നം എന്ന് പറയാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഓരോ ഭിന്നസംഖ്യയും ഫ്രാക്ഷൻസും ഏതാണ്? സാധയാണ്, പ്രോപ്പറാണ്. സാധാ ഭിന്നത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ നോക്കുക. ഈ 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 1 അല്ലേ? ആ 1 വ്യത്യാസം തന്നെയല്ലേ ഇവിടെ എല്ലായിടത്തും തന്നിട്ടുള്ളത്. 14ഉം 15ഉം തമ്മിൽ 1 വ്യത്യാസം, 12ഉം 13ഉം തമ്മിൽ 1 വ്യത്യാസം, 13ഉം 14ഉം തമ്മിലും 1 വ്യത്യാസം. അങ്ങനെ ഈ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഒത്തു വന്നാൽ ഏതൊക്കെയാണ്? ഒന്ന് സാധാരണ ഭിന്നം ആവുക, രണ്ടാമത് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താവുക? സെയിം ആവുക. 1 ആവണം നിർബന്ധമല്ല, സെയിം ആവുക. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം 3 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താവുക? 3 ആവുക, ഇവിടെയും 3 ആവുക, ഇവിടെയും 3 ആവുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. കണ്ണ് ചിമ്മി പറയാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കാണുമ്പോൾ വലുതായി തോന്നുന്നത് അതാണ് വലുത്. ഇതിലേതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വലുതായി തോന്നുന്നത്, ഏറ്റവും വലിയ നമ്പറായി തോന്നുന്നത് ഏതാ? അത് 14ഉം 15ഉം അല്ലേ? ഉത്തരമാണ് വലുത്. ഇതിലേതാണ് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത് അതാണ് ചെറുത്. സോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ ഭിന്നത്തിൽ മാത്രം. ശ്രദ്ധിക്കുക കേട്ടോ, സാധാരണ ഭിന്നത്തിൽ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പോൾ സാറേ വിഷമ ഭിന്നാണെങ്കിലോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിലോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗം എന്തായിരിക്കും? വലുതായിരിക്കും. ഇങ്ങനെ നേരെ തിരിഞ്ഞ് വരുന്നതിനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ട് സെയിം ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മെത്തേഡ് കാഴ്ചയിൽ നിങ്ങൾക്ക് ഏതാണോ വലുതായി തോന്നുന്നത് അത് ചെറുത്, ഏതാണോ ചെറുതായി തോന്നുന്നത് അത് വലുതായിരിക്കും. വിഷമ ഭിന്നത്തിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സാധാരണ ഭിന്നത്തിൽ സാധാ പോലെ എന്ന് ആലോചിച്ചാൽ മതി. സാധാരണ ഭിന്നത്തിൽ സാധാ പോലെ. എന്ത് സാധാ പോലെ? കാഴ്ചയിൽ വലുതായി തോന്നുന്ന എന്താണോ അത് വലുത്, ചെറുതായി തോന്നുന്ന എന്താണോ അത് ചെറുത്. ദാറ്റ്സ് ഇറ്റ്. ഓർത്തുവെച്ചൂടെ? സോ അങ്ങനെ നമുക്ക് ഉടനെ പറയാവുന്നതാണ്. സോ അതന്നെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് എക്സാമിനർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോയെന്നായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്. ഹരി 54 km/h സ്പീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. എത്ര സമയം? 20 മിനിറ്റ് സമയം ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ? അവൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ടോപ്പിക്കിൻ്റെ പേര് സ്പീഡ് ഡിസ്റ്റൻസ് ടൈമാണ്. സമയം ദൂരം വേഗത എന്ന് പറയും. ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ഐഡിയ വേണം. ആകെ ഈ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് 54 km/h എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറിയണം. ദാറ്റ്സ് ഇറ്റ്. 54 km/h എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മണിക്കൂറിൽ ആ വസ്തു 54 km പോകുമെന്നുള്ളതാണ്. 1 മണിക്കൂറിൽ ആ വസ്തു 54 km പോകുമെന്നുള്ളതാണ്. അപ്പോൾ 20 മിനിറ്റിൽ എത്ര പോയിട്ടുണ്ടാവുക? സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെത്തേഡായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ 54 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞത് 1 മണിക്കൂറിൽ 1 ഹവറിൽ 54 km എന്നല്ലേ അർത്ഥം പറഞ്ഞേ അല്ലേ? എടാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്? എടാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? സോ 60 മിനിറ്റിൽ 54 km പോകുന്നതാണല്ലോ പറയണേ. എങ്കിൽ 20 മിനിറ്റിൽ എത്രയെന്നാണ് ചോദ്യം ക്വസ്റ്റ്യനിൽ. 20 മിനിറ്റിൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ മോസ്റ്റ് ട്രെൻഡിങ് മെത്തേഡായിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്യുന്നൊരു പരിപാടി ഈടായിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ ട്രെൻഡിങ് മെത്തേഡാണ്. സോ 60 മിനിറ്റിൽ 54 km ആണെങ്കിൽ 20 മിനിറ്റിൽ എത്ര എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 54 20 മൾട്ടിപ്ലൈ ചെയ്യുക. 54 20 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 60 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ക്രോസ് ആയിട്ട് 54 20 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 60 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ നമുക്കറിയാം ഒരു 0 ക്യാൻസലായി പോവും. 6 54 9 പ്രാവശ്യം പോകും. 9 × 6 ആണ് 54. സോ 9 × 2 നിങ്ങൾ ആൻസർ. 9 × 2 എന്ന് പറഞ്ഞാൽ 18 km നിങ്ങൾ ആൻസർ ആയിട്ട് വരും. സോ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. കറക്റ്റല്ലേ? അടുത്തത് സീരീസിലെ ക്വസ്റ്റ്യൻസ് ആണ്. സീരീസ് സംഖ്യാശ്രേണി എന്ന് പറയും ഇതിനെ. ശരിക്കും സാധാരണ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഏത് വിദ്യാർത്ഥികളും 36 34 തമ്മിൽ എത്ര വ്യത്യാസം നോക്കും. അങ്ങനെ 2 34 40 തമ്മിൽ എത്ര വ്യത്യാസം നോക്കും. അങ്ങനെ ചെയ്യാറാണ്. ഇത് ശരിക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു വ്യത്യാസം ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരിക്കും ഈ റിലേഷൻ ഉള്ളത് നിങ്ങൾ ഈ ഓൾട്ടർനേറ്റീവ് സീരീസാണ് ഇത് ശരിക്കും ബന്ധമുള്ളത്. ശ്രദ്ധിച്ചോന്നറിയില്ല. ഓൾട്ടർനേറ്റീവ് സീരീസിൽ 6 ഇങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ടാവും. 36 6 കുറഞ്ഞാൽ 30, 30 6 കുറഞ്ഞാൽ എത്ര വരും? 24. സോറി, കുറച്ച് മാറിയിട്ടുണ്ടേ ചെറുതായിട്ട്.
ഓൾട്ടർനേറ്റീവ് നമ്പർ വരച്ചൊന്ന് മാറിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ 30-ൽ നിന്ന് 6 കുറച്ചാൽ 24. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ അടുത്ത ഈ ഡാഷ് അല്ല, അതിൻ്റെ അപ്പുറത്തെ ഡാഷാണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ 18 എന്തായാലും ഓപ്ഷനിലില്ല, ഭാഗ്യമുണ്ട്. ഇനി ഈ സമയം ഇതേ ഓൾട്ടർനേറ്റീവിലേക്ക് 34-ൽ നിന്ന് 6 കുറച്ചാൽ 28 അല്ലേ. 28-ൽ നിന്ന് 6 കുറച്ചാൽ എത്ര വരും? 28-ൽ നിന്ന് 6 കുറച്ചാൽ 22. ഓക്കെ, സോ 22 ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇത് നമ്മൾ ഡബിൾ സീരീസ് എന്നാണ് പറയാം, ഡബിൾ സീരീസ്. അപ്പോൾ ഇതിൻ്റെ രീതി വേറെ രീതിയിൽ ഉത്തരം കണ്ടെത്തിയ ആൾക്കാർ ഇയാളെന്താ പൊട്ടനാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ കണ്ടെത്തിയ രീതി ഇങ്ങനെ ആയിരിക്കും. ആദ്യം 2 കുറക്കുക, പിന്നെ 4 കുറക്കുക, വീണ്ടും 2 കുറക്കുക, പിന്നെ 4 കുറക്കുക. അപ്പോൾ വീണ്ടും അടുത്ത കുറക്കേണ്ടത് 2 അങ്ങനെ ആൻസർ 22 എന്ന് പറയും. ഓക്കെ, സോ ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഡബിൾ സീരീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടപ്പാടാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഡബിൾ സീരീസിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ, മറ്റേത് അറിയാത്തതുകൊണ്ടല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത് ആൽഫബറ്റിക് സീരീസാണ്. ആൽഫബറ്റിക് സീരീസിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചുള്ളത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വരാം, കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇതിലെല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് എന്താ പ്രത്യേകത? QRST. അടുത്ത ലെറ്റർ അപ്പോൾ യു എന്ന് പറഞ്ഞൂടെ, PQRST യു എന്നുള്ള ലെറ്റർ എന്ന് പറയാം. അതേപോലെ രണ്ടാമത്തെ ലെറ്ററിലെല്ലാം അവിടെ എ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെയും ഒരു ചേഞ്ചും വരുത്താതെ എ തന്നെ എഴുതാം. പിന്നെ അടുത്ത ലാസ്റ്റ് ലെറ്റർ പ്രത്യേകത RSTU. അടുത്തതായിരിക്കും വി ആയിരിക്കും, UAV. സോ ആൻസർ വരെ ഓപ്ഷൻ എ എന്നുള്ളതാണ് നിങ്ങൾ ശരിയായത്. 13 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് 7 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാതെ ശതമാനം എന്നാണ് ടോപ്പിക് കേട്ടോ. പേഴ്സൻറ്റേജ് എന്നാണ് ടോപ്പിക്കിൽ വെച്ച ക്വസ്റ്റ്യനാണ്. 8%, ഒരു നമ്പറിൻ്റെ 8%. ഒരു നമ്പറിൻ്റെ 8% എന്ന് പറയുന്നത് 216 ആണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു വളരെ സിമ്പിൾ, നേരത്തെ അതേ മെത്തേഡ്. 8% എന്ന് പറയുന്നത് 216 ആണെങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ എത്ര പെർസെൻറ്റേജാണ് കാണാൻ പറയണേ? ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പറിൻ്റെ 100% നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു നമ്പർ എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ 100%. അപ്പോൾ ആ സംഖ്യയുടെ 8% നിങ്ങൾക്ക് 216 തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 100% എത്രയെന്ന് കണ്ടുപിടിക്കണം. സോ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു ഒരു ട്രെൻഡിങ് മെത്തേഡ് ഉണ്ട്, ഇത് ക്രോസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതേ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാം. സോ 216 ഇൻറ്റു 100 ഹരിക്കണം 8. അപ്പോൾ കുറച്ച് മുന്നേ സമയം ദൂരം വേഗത എന്ന ടോപ്പിക്കിലെടുത്ത് അതേ ആശയം എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് 216 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 21 2 പ്രാവശ്യം 2 8 16 വരെ പോയാൽ ഇവിടെ ബാലൻസ് 5 ഉണ്ടാവും. ആ 5 6 56, 56-ൽ 8 7 പ്രാവശ്യം പോകും. ഓക്കെ, സോ 27 × 100 എന്ന് പറയുന്നത് 2700 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് ഓടിയെത്താം. കറക്റ്റ് അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ ഭംഗിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾ പ്രയാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വെൻ ലുക്കിംഗ് ത്രൂ ദ മിറർ ദ ടൈം ഓൺ ദ ക്ലോക്ക് ഈസ് 10:20. ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ എപ്പോഴും മിറർ ഇമേജസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പെട്ടതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചെയ്ത് മടുത്തൊരു ഭാഗമായിരിക്കും. ഈ ക്വസ്റ്റ്യനാണ് ഏത് വിദ്യാർത്ഥികളും ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന വിദ്യാർത്ഥിയും ഒരു ക്വസ്റ്റ്യൻ മാത്സിൽ ഇത് ചോദിക്കണമെന്ന് കൊതിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളെല്ലാവരും ഇത് ഈ ഓപ്പർച്യൂണിറ്റി മുതലാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ മിറർ ഇമേജ് കാണാൻ വേണ്ടി, പ്രതിബിംബ സമയം കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ 11:60 നിന്ന് കുറക്കുക എന്നാണ് പഠിച്ചു വെക്കാറുള്ളത്. 11:60 എന്ന നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന 10:20 എന്ന നമ്പർ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എപ്പോൾ മിറർ ഇമേജ് ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ 11:60 നിന്ന് കുറക്കുക എന്നുള്ളതാണ്. സോ 60-ൽ നിന്ന് 20 പോയാൽ എത്ര കിട്ടും? 40. 11-ൽ നിന്ന് 10 പോയാൽ 1. സോ നിങ്ങളുടെ ആൻസർ എന്താ വരിക? 1:40. സോ ഈ പറഞ്ഞതിന് മീനിങ്ങൾക്ക് അറിയാലോ. 10:20 എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ മുന്നിലായിട്ട് ഒരു മിററുണ്ട്, കണ്ണാടി ഉണ്ട്, ബാക്കിലൊരു ക്ലോക്ക് ഉണ്ട്. സോ ക്ലോക്കിൽ 10:20 എന്ന് മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയുള്ള ആ ഒരു ക്ലോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കണ്ണാടിയിൽ നോക്കിയാൽ എന്താ കാണുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഉദ്ദേശിക്കണേ. സോ അത് 1:40 ആയിരിക്കും. 1:40 എന്ന് കണ്ണാടി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം 10:20 ആയിട്ടുണ്ടെന്നാണ്. ഈ 10:20 എന്ന് കണ്ണാടി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം 1:40 ആയിട്ടുണ്ടെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശരി തന്നെ. ഓക്കെ, സോ അതാണ് എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ടാൽ അറിയാം, ഗെയിൻ പെർസെൻറ്റേജ് ചോദിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് ടോപ്പിക് എന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. എത്ര പെൻസിലാണ് വാങ്ങി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വാങ്ങിയ വിലയും വിറ്റ വിലയും കിട്ടുക വേണ്ടത്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50 രൂപക്കാണ് വാങ്ങിയത്, 60 രൂപക്കാണ് വിറ്റതെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഭക്ഷണം കഴിക്കണം എല്ലാവർക്കും അറിയാം. 50 രൂപയ്ക്ക് കോസ്റ്റ് പ്രൈസ്, CP എന്ന് പറഞ്ഞാൽ 50, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 60. ഇതല്ല ടോപ്പ്, ഇതല്ല ഉദ്ദേശിച്ച ലാംഗ്വേജ്. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ലാഭം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര രൂപയാണ്? 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ 60-ൽ നിന്ന് 50 രൂപ പോയാൽ 10 രൂപ എന്താണ് ആ പോക്കറ്റിൽ അയാൾക്ക് ലാഭമായിട്ടാണ് കിട്ടുക. സോ അയാൾക്ക് കിട്ടിയ ഗെയിൻ എന്ന് പറയുന്നത്
എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയേണ്ടത് 10 രൂപ എന്ന് പറയണം. പക്ഷേ ഇവിടെ ഗെയിൻ ചോദിച്ചിരിക്കുന്നത് റുപ്പീസിലാണോ? അല്ല, ചോദിച്ചിട്ടുള്ളത് പേഴ്സൻറ്റേജിലാണ്. സോ ഗെയിൻ പേഴ്സൻറ്റേജ് കാണാനുള്ള ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്ര നിങ്ങൾക്ക് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാലും അത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പേഴ്സൻറ്റേജാണെന്ന് കണ്ടുപിടിക്കണം. വാങ്ങിയ വിലയുടെ എത്ര പേഴ്സൻറ്റേജാണെന്ന് കണ്ടുപിടിക്കണം. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ ഇതാണ് ചെയ്യേണ്ടതുള്ളൂ. ഇത് ചെയ്താൽ നിങ്ങളുടെ ആൻസറായി. സോ നിങ്ങൾക്കറിയാം ഒരു 0 നമുക്ക് എന്ത് ചെയ്യാം, 100 ക്യാൻസൽ ചെയ്യാം. 5 10 2 പ്രാവശ്യമാണ് വെട്ടിപ്പോകാൻ നിങ്ങൾക്കറിയാം. ഇനി ഈ 2 × 10 നിങ്ങളുടെ ആൻസർ എത്ര കിട്ടും? 20% അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് വരുന്നത്. സോ പ്രോഫിറ്റ് എത്ര രൂപയെന്ന് വെച്ചാൽ 10 രൂപ, എത്ര പേഴ്സൻറ്റേജാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20%. ചോദിച്ചത് പേഴ്സൻറ്റേജാണ്. സോ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് അഗെയിൻ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യനാണ്. 125 രൂപയിൽ 20% വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയായിട്ട് മാറും? 125 രൂപ എന്നതിൽ പറഞ്ഞിട്ടില്ല. 125 എന്ന സംഖ്യയിൽ 20% വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയായി മാറും എന്നുള്ളതാണ്. സോ നമ്മൾ വളരെ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ. 125ൻ്റെ 20% കാണാൻ 10% കണ്ടിട്ട് ഒരു 10% കൂടെ കൂട്ടാമെന്നുള്ള പ്രിൻസിപ്പിളുണ്ട്. സോ 125ൻ്റെ 10% എന്ന് പറയുന്ന മക്കളെ അത് 12.5 ആണ്. നമുക്കറിയാം. ഇപ്പോൾ 120ൻ്റെ 10% ചോദിച്ചാൽ നമ്മൾ പറയും ഒരു 0 വെട്ടിയിട്ട് 12 എന്ന് പറയാറാണ്. 130ൻ്റെ 10% കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 0 വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 13 എന്ന് പറയാറാണ്. പക്ഷേ ഈ കേസിൽ 125ൻ്റെ 10% കാണാൻ നമുക്ക് ഇവിടെ എന്തില്ല, വെട്ടാനൊരു 0 അല്ല. വെട്ടാൻ 0 ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റിലെ നമ്പറിൻ്റെ അപ്പുറത്തൊരു പോയിൻ്റ് ഇടുക ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 12.5 എന്നോ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ 12.5 എന്നോ വായിക്കുക. അപ്പോൾ 125ൻ്റെ 10% എന്ന് പറയുന്നത് 12.5 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12.5 കൂടെ 12 കൂട്ടിയാൽ 25 ആയിരിക്കും. ഓക്കെ. സോ 125ൻ്റെ 20% എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്താൽ എത്രയെന്നല്ല ചോദിക്കണേ. 20% എത്രയെന്നല്ല, 125ൻ്റെ 20% ഇതിലൂടെ കൂടിക്കഴിഞ്ഞാൽ അത് എത്ര രൂപയാവുമെന്നാണ് ചോദിച്ചത്. സോ 125ൽ കൂടെ ഈ 25 കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ 150. സോ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുന്നുണ്ടാവും. ഒട്ട് നല്ല പ്രാക്ടീസിൻ്റെ നല്ല ഒരു മിതമായൊരു പ്രാക്ടീസിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. സിമ്പിൾ ഭാഗമാണ്, വളരെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് 2 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. നമുക്ക് 1 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾ അറിയണം. 1 ഇഞ്ച് 2.5 സെൻറ്റിമീറ്റർ എന്ന് വരെ പഠിച്ച ആൾക്കാരുണ്ടാവും. അത് കറക്റ്റായിട്ട് പഠിക്കേണ്ടത് 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതിലൂടെ 2 ഗുണിക്കണം. 2 ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്താ വരിക? 2 × 4 8, 2 × 5 10, ബാക്കി 1 പോയിൻ്റ് അതുപോലെ ഇട്ട് കൊടുത്തോളൂ. 2 × 2 4 1 5. സോ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ 5.08 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. വീണ്ടും പേഴ്സൻറ്റേജ് തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അത് പേഴ്സൻറ്റേജിൻ്റെ മനോഹരമായ ഒരു ആശയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്. പേഴ്സൻറ്റേജിലൊരു ആശയമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. 40% ഓഫ് 80 എന്ന് പറയുന്നതും 80% ഓഫ് 40 എന്ന് പറയുന്നതും തുല്യമാണ്, ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഒരേ വാല്യൂസ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ ഉത്തരം എന്താ വരിക? 1 ആൻസറായിട്ട് വരിക. സോ ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. നമ്മൾ പഠിക്കാറുള്ളത് എങ്ങനെയാണ്? A% ഓഫ് ബി എന്ന് പറയുന്നതും B% ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഈക്വലാണ്. A% ഓഫ് ബി എന്ന് പറയുന്നത് B% ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ്. അപ്പോൾ A% ഓഫ് ബി എന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് 50 ഉത്തരം കിട്ടിയിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 50 തന്നെ അല്ലേ? ഇത് രണ്ടും തുല്യമാണെങ്കിൽ. സോ 50 ഹരിക്കണം 50 എന്ന് പറയുമ്പോൾ എത്ര വരിക? 1. സോ ഈക്വലായിട്ടുള്ള സാധനങ്ങൾ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും എന്ന് അറിയുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആൻസറിലേക്ക് എത്താം. അത് A% ഓഫ് ബി ഈക്വൽ ടു B% ഓഫ് എ അറിയുന്നവർ. അതറിയാത്തവരോ? അറിയാത്തവർ എന്ത് ചെയ്യുക, 80ൻ്റെ 40% കാണുക എന്നുള്ളത് 80 × 40/100 എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇതാണ് ഷോർട്ട് കട്ട് കേട്ടോ. അത്രേ ചെയ്യാനുള്ളൂ. മറ്റേ നിങ്ങൾ സാധാരണ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയും ചെയ്തിട്ടുണ്ടാവും. 0 0 0 0 വെട്ടിയപ്പോൾ 8 × 4 നിങ്ങൾക്ക് 32 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് 40ൻ്റെ 80% കാണാൻ പറഞ്ഞാൽ 40 × 80/100 ചെയ്തിട്ട് 0 0 0 0 ക്യാൻസൽ ചെയ്ത് 4 8 32 കിട്ടിയിട്ടുണ്ടാവും. സോ 32 കൂടെ ഹരിക്കാനല്ലേ പറഞ്ഞത്? 32 ഹരിക്കണം 32 വരണ ആൻസർ എത്ര കിട്ടും? 1. സോ അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യന് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5 when divided by 6 9 and 18. 6 കൊണ്ടും 9 കൊണ്ടും 18 കൊണ്ടും ഹരിക്കുമ്പോൾ ഇതിൻ്റെ ശിഷ്ടം നിങ്ങൾക്ക് 5, ഈ 3 സാധനങ്ങൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടണ ആ സംഖ്യ ഏതാണെന്നാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ കയറാം. ഇത് ഏതാ ടോപ്പിക് എന്ന് വെച്ചാൽ ലസാഗു സാഗ LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിൽ LCM എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഭവമാണിത്. ശരിക്കും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 3 നമ്പറിൻ്റെയും LCM കണ്ടിട്ട് എന്താണോ പറയുന്ന ശിഷ്ടം റിമൈൻഡർ അത് നിങ്ങൾ ആഡ് ചെയ്യുക ചെയ്യേണ്ടത്.
LCM കണ്ടിട്ട് റിമൈൻഡർ എന്ത് ചെയ്യുക, ഇതിലൂടെ ആഡ് ചെയ്യുക. സോ 6, 9, 18 LCM കാണാനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയില്ലേ? വലിയ നമ്പർ ഇതിൽ സെലക്ട് ചെയ്തിട്ട് വലിയ നമ്പർ 18 നിങ്ങൾക്ക് അറിയാമല്ലോ. ആ 18 നിങ്ങൾക്ക് ഈ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 18 എന്ത് ചെയ്യുന്നുണ്ട്, 6 ഹരിക്കാൻ പറ്റുന്നുണ്ട്, 9 ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ LCM എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ 18 തന്നെയാണ്. LCM വളരെ പെട്ടെന്ന് കിട്ടും 18. അതിലൂടെ റിമൈൻഡർ 5 അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ 18 5 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എന്താ വരിക, 23. സോ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ ചെയ്യാന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. നമ്മൾ ചെറുപ്പത്തിൽ LCM കാണുന്ന ട്രിക്ക് പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ 6, 9, 18 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഈ 18 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, അതാണ് ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് ഓർമ്മയല്ലേ ഈ സാധനം? എല്ലാ സംഖ്യയിലായിരിക്കാൻ പറ്റിയ സംഖ്യ ഏതാ നോക്കിയിട്ട് 3 പുറത്തെടുത്തിട്ട് എല്ലാത്തിലും 3 പോകും. അപ്പോൾ 6ൽ 3 2 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം, 18ൽ 3 6 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. 2, 3, 6. എഗെയിൻ എല്ലാത്തിലും ഹരിക്കാൻ പറ്റിയ നമ്പർ ഉണ്ടോ നോക്കും. എല്ലാത്തിലും ഹരിക്കാൻ പറ്റിയ നമ്പർ ഇല്ല. ഇനി രണ്ടെണ്ണത്തിൽ ഹരിക്കാൻ പറ്റിയ നമ്പർ ഈ 2ലും 6ലും നമുക്ക് എന്ത് ചെയ്യാമല്ലോ, 2 ഹരിക്കാമല്ലോ. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കും. 2ൽ 2 ഒരു പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം, എന്നിട്ട് എന്ത് ചെയ്യും, 3 അതുപോലെ ഇറക്കിയിടും. അതിന് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അടുത്ത ഈ 2 3 ആര് പോവും, 3 പോവും. 3 പോകുന്നതുകൊണ്ട് 3ൽ 3 ഒരു പ്രാവശ്യം, ഈ 3ൽ 3 ഒരു പ്രാവശ്യം, ഈ 1 അങ്ങനെ തന്നെ ഇറക്കിയിടും. എന്നിട്ട് LCM കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാറാണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ അങ്ങനെ വരിക 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1 1 × 3 3 3 × 2 6 6 × 3 18. അപ്പോൾ LCM നമുക്ക് 18 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ മെത്തേഡിലാണോ LCM കാണുന്നത് എളുപ്പം, അതോ ഞാൻ പറഞ്ഞ മെത്തേഡാണോ? സോ അതിൽ LCM മെത്തേഡ് വളരെ ഷോർട്ട് കട്ടായിട്ട് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ചെയ്താൽ ഞാൻ ആൻസർ 23 ആൻസർ ആയിട്ട് വരും. സോ അതാണ് ഇതിൻ്റെ അനാലിസിസ്. 20 ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വളരെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു വിദ്യാർത്ഥി എങ്ങനെ പോയി എന്നതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം പറഞ്ഞിട്ടുള്ളത്. ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു സോ മച്ച്.